ഹലോ, ഇനി നമ്മൾ ഫേസ് ഡയഗ്രത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ പഠിച്ചു. നമുക്കിനി അതിൽ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഫേസ്, എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, എന്താണ് കമ്പോണൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇനി നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്തൊരു കാര്യം പറഞ്ഞു, ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കിനകത്തൊരു കാര്യം പറഞ്ഞായിരുന്നു നമ്മുടെ ഫേസ് ഡയഗ്രംസിനെ പറ്റി. അപ്പോൾ ഫേസ് ഡയഗ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും ഒരു കമ്പോണൻ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൻ്റെ ഒരു മെറ്റീരിയലിൻ്റെ ട്രാൻസിഷൻസ് അല്ലെങ്കിൽ ഫേസ് ചേഞ്ചസിനെ നമ്മൾ ടെമ്പറേച്ചറിൻ്റെയോ പ്രഷറിൻ്റെയോ അല്ലെങ്കിൽ ടെമ്പറേച്ചറിൻ്റെയോ കോമ്പോസിഷൻ്റെയോ അല്ലെങ്കിൽ കോമ്പോസിഷൻ പ്രഷറിൻ്റെയോ ടേംസിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, ഫേസ് ഡയഗ്രം എന്ന് വിളിക്കുന്നു. ഇനി അങ്ങനെ നമുക്ക് നമ്പർ ഓഫ് കമ്പോണൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ഫേസ് ഡയഗ്രംസ് ഉണ്ട്. 1 കമ്പോണൻറ്റ് സിസ്റ്റം, 2 കമ്പോണൻറ്റ് സിസ്റ്റം, 3 കമ്പോണൻറ്റ് സിസ്റ്റം, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫേസ് ഡയഗ്രംസ് നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് വരയ്ക്കാനുണ്ട്. അപ്പോൾ ഇക്കൂട്ടത്തിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഒരു 1 കമ്പോണൻറ്റ് സിസ്റ്റമാണ്. അതിനകത്തിൽ 1 കമ്പോണൻറ്റ് സിസ്റ്റത്തിനകത്തിൽ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫേസ് ഡയഗ്രാം ഓഫ് വാട്ടറും പിന്നീട് ഫേസ് ഡയഗ്രാം ഓഫ് സൾഫറും. ഓക്കെ, ഞാൻ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ 2-3 പ്രാവശ്യം ഈ വാട്ടറിനെ പറ്റി സൾഫറിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളെന്താണ് ഫേസ് ഡയഗ്രാം എന്താണ്, വാട്ടറിൻ്റെ ഫേസ് ഡയഗ്രാം എന്താണ്, എങ്ങനെയാണ്, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ ഫേസ് ഡയഗ്രാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്, നമ്മൾ ഏതെങ്കിലും 2 പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് എന്തെന്ന് പറയുന്നത് ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഇനി നമ്മൾ എന്താണ് വാട്ടറിൻ്റെ ഫേസ് ഡയഗ്രത്തെ പറ്റി പഠിക്കാൻ പോകണം. ഇപ്പോൾ നമുക്ക് 2 ആക്സിസ് വേണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആക്സിസുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞെടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ ആക്സിസ് എന്ന് പറയുന്നത്, ആക്സിസിനകത്തിൽ ആദ്യത്തെ പാരാമീറ്റർ നമ്മൾ കൊടുക്കുന്നത് ടെമ്പറേച്ചറാണ്, ദെൻ പ്രഷർ. ഓക്കെ, അപ്പോൾ ഒരാക്സിസ് നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു, ഒരാക്സിസ് നമ്മൾ എന്ത് ചെയ്തു, പ്രഷറും കൊടുത്തു. അപ്പോൾ അങ്ങനെ നമുക്ക് 2 പാരാമീറ്റേഴ്സിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫേസ് ഡയഗ്രാം ഓഫ് വാട്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണ്, H2O ആണ്. ഓക്കെ, അതായത് നമ്പർ ഓഫ് കമ്പോണൻസ് C എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്. ഇനി ഈ വാട്ടറിന് ഏതൊക്കെ രീതിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, വാട്ടറിന് എന്തായിട്ടൊക്കെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, വാട്ടർ ക്യാൻ എക്സിസ്റ്റ് ആസ് സോളിഡ്, വാട്ടർ ക്യാൻ എക്സിസ്റ്റ് ആസ് ലിക്വിഡ് ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് ആസ് വേപ്പർ. ഓക്കെ, അപ്പം നമ്മുടെ വാട്ടറിന് എത്ര കാര്യങ്ങളുണ്ട്, 3 രീതിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. വാട്ടർ ക്യാൻ എക്സിസ്റ്റ് ആസ് സോളിഡ്, ലിക്വിഡ് ആൻഡ് വേപ്പർ. ഇനി നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേസ് ഡയഗ്രാം എടുത്തു കഴിയുമ്പോൾ, അതായത് നമ്മുടെ വാട്ടറിൻ്റെ ഫേസ് ഡയഗ്രാം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫേസ് ഡയഗ്രത്തിനകത്ത് നോർമലി 3 ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് സോളിഡ് ലിക്വിഡ് ആവാൻ പറ്റുമല്ലോ, അപ്പോൾ സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം ഉണ്ട്. ദെൻ ലിക്വിഡ് ക്യാൻ ബി ഇവാപറേറ്റഡ് ടു വേപ്പർ. So there exists an equilibrium between liquid and vapor, and also the solid can be converted to vapor. Okay, so there exist 3 equilibrium. Sorry. Yes. Okay. Solid, liquid, liquid vapor, and solid vapor. So there are 3 types of equilibria existing in water system. So now how we are drawing the phase diagram. So first of all, the phase diagram consists of 3 curves, namely OA, OB and OC. So we will choose a point O. Okay, so from this point O, if we are heating the liquid like this, that is heating water like water, then we will get a curve like this. Okay, so now we will represent this as OA. Then from this we can cool the water. Okay, so we will get a curve OB, and also we can do a transition like this, that is OC. So the phase diagram of water is having a shape of a scorpion without legs. Okay. വരച്ചു വരുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കണം, എങ്ങോട്ടേക്കും പോവരുത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നു, ഫേസ് ഡയഗ്രത്തിനകത്തിൽ 3 കർവുകൾ കിട്ടി, OA, OB ആൻഡ് OC. നൗ there will be certain phases around the area. Okay, that means in this region only solid water, that means ice is there. Sorry. Okay, here solid, that means we are cooling the water. So here we will get solid,
and here we will have the vapor, and here we will have the liquid water. Okay, so we have three phases, one solid, liquid, and also the vapor phase. Now this curve OA, so now in the phase diagram, when we are explaining, first of all we have to explain each and every curve and the parameters associated with the curve. So that is the explanation for phase diagram. So first of all, the curve OA. OA is the equilibrium between liquid and vapor. That means it represents the equilibrium between liquid and vapor, and this is called the vaporization curve. That is, the curve OA is called vaporization curve. Now the curve OB is representing the equilibrium between the solid and also the vapor. So this is called, that means the solid is converted to vapor. That means the conversion of solid to vapor is normally called the sublimation. So this curve OB represents the sublimation curve. Now here equilibrium is between solid and liquid. So when a solid is converted to liquid, we will call it as fusion process. നമ്മൾ നോർമലി മെൽറ്റിംഗ് എന്ന് പറയാം, ഐസ് മെൽറ്റായി വെള്ളമാവുന്നു എന്ന് പറയുന്നെങ്കിലും അതിൻ്റെ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? ഫ്യൂഷൻ എന്നാണ്. സോ ദിസ് കർവ് OC റെപ്രസെൻറ്റ്സ് ദ ഫ്യൂഷൻ കർവ്. അപ്പം നമുക്കെന്താണ്, 3 കർവുകളുണ്ട്. ഏതൊക്കെയാണ്? കർവ് OA. കർവ് OA represents the equilibrium between the liquid and also the vapor. Isn't it? This one. Okay. Now, this is called the vaporization curve. Then, curve OB represents the equilibrium between solid and vapor. Solid and vapor, and it is called the sublimation. It is called the sublimation curve. Okay, and similarly curve OC represents the equilibrium between solid and liquid. So we will call it as fusion curve. Fusion, even though the process is melting, we will call it as fusion. So this is the 3 curves in water system. That is OA, which represents the vaporization curve. OC is the fusion curve, and also OB is the sublimation curve. ഇനി നമുക്കൊരു സിമ്പിളായിട്ട് നമ്മളുടെ ഫേസ് ഡയഗ്രാം ഒന്നുകൂടെ, അല്ലെങ്കിൽ ഫേസ് റൂൾ ഒന്നും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ കർവ് എടുക്കുന്നു. ഓരോ കർവിനകത്ത് നമ്മൾ ഫേസ് റൂൾ അപ്ലൈ ചെയ്യുന്നു. നമ്മളുടെ ഫേസ് റൂൾ, ഗിബ്സ് ഫേസ് റൂൾ എന്ന് പറയുന്നതാണ് F=C-P+2. ഓക്കെ, നമ്മളിനി ഈ കർവ് എടുക്കുന്നു. OA എന്ന് പറയുന്ന കർവാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. OAയുടെ കർവിനകത്തുള്ള പ്രത്യേകത എന്താ? നമ്പർ ഓഫ് കമ്പോണൻസ് എന്ന് പറയുന്നത് എന്താണ്? രണ്ടും എന്താണ്? വാട്ടർ തന്നെയാണ്. അതായത് വാട്ടർ ലിക്വിഡ് ഫോമിലുണ്ട്, വേപ്പർ ഫോമിലും ഉണ്ടെങ്കിൽ അവിടുത്തെ കമ്പോണൻ്റ് എത്രയാണ്? ഒരു കമ്പോണൻ്റ്. അതായത് വാട്ടർ എന്ന് പറയുന്ന ഒറ്റ കമ്പോണൻ്റേ ഉള്ളൂ. അപ്പം നമ്പർ ഓഫ് കമ്പോണൻസ് ഈസ് 1. പക്ഷേ ഇവിടെ എന്തുണ്ട്? 2 ഫേസ് ഉണ്ട്, ലിക്വിഡ് ഫേസും ഉണ്ട്, വേപ്പർ ഫേസും ഉണ്ട്. അതുകൊണ്ട് P എന്ന് പറയുന്നത് 2 ആണ്. ഇനി എന്തുണ്ട്? നമ്മുടെ അഡീഷണൽ പാരാമീറ്റേഴ്സ്, അതായത് 2 കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും? 2 ക്യാൻസലായി പോയി കഴിഞ്ഞാൽ 1. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എലോങ് എ കർവ് ഈസ് 1. That means we require only one parameters or one variant or one variable to represent the curve OA. അതായത് നമുക്ക് ഒന്നുകിൽ ടെമ്പറേച്ചറിൻ്റെ ടേമിൽ പറയാം, അല്ലെന്നുണ്ടെങ്കിൽ പ്രഷറിൻ്റെ ടേമിൽ പറയാം. രണ്ടിൻ്റെ ടേമിൽ പറഞ്ഞാലും എന്താണ്, നമുക്ക് ഈ കർവിനെ, അതായത് വേപ്പറൈസേഷൻ കർവിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിവേരിയൻറ്റ്. യൂണിവേരിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു വേരിയബിൾ മാത്രം മതി എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനെ നമ്മൾ യൂണിവേരിയൻ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പം OA എന്ന് പറയുന്ന കർവ് എന്താണ്? യൂണിവേരിയൻ്റ് ആണ്. അതേപോലെ OB യൂണിവേരിയൻ്റ് ആണ്. OCയും എന്ത് തന്നെയാണ്? യൂണിവേരിയൻ്റ് ആണ്. ഇനി നമ്മളുടെ കർവിനകത്ത് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളുടെ വാട്ടറിൻ്റെ ഫേസ് ഡയഗ്രത്തിനകത്ത് ഇനി കുറച്ച് നമ്മൾ പരിപാടികൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇവിടെ നമ്മളുടെ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഒന്ന് നോട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്
വരച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എത്തുമ്പോൾ അത് പറ്റും 100 ഡിഗ്രിയിലെത്തും അല്ലേ. അപ്പം ഇത് കുറച്ചും കൂടെ മാറിപ്പോയി. ഓക്കെ, നിങ്ങളിവിടെ കർവിലെത്തണം കേട്ടോ. ഓക്കെ, അപ്പോൾ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ എത്തുന്നു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രഷർ കാണും. ആ പ്രഷർ എന്ന് പറയുന്നത് 1 അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അതായത് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വാട്ടറിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 1 അറ്റ്മോസ്ഫിയറിലെത്തുന്നു. അപ്പോൾ ആ 1 അറ്റ്മോസ്ഫിയറിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? ദ വാട്ടർ ബോയിൽസ്. അപ്പോൾ ബോയിൽ ചെയ്തിട്ട് എന്തായിട്ട് മാറും? അത് വേപ്പർ ഫേസിലേക്ക് അങ്ങ് എസ്കേപ്പ് ചെയ്ത് പോകും. അപ്പോൾ അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ്. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഓയെ കുറച്ചും കൂടെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് പോയി എന്ന് വെച്ചു. ഇവിടുന്ന് ഓയെ നമ്മൾ കുറേ കൂടെ അങ്ങ് വരച്ചു എന്ന് വെച്ചു. വരച്ച് മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ ആയിരിക്കും നമുക്കിതിനെ ഹീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 374 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. അപ്പോൾ 374 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് മുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ എന്ന് പറയുന്നൊരു സംഭവം അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് വാട്ടറിന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 374 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. ആ ടെമ്പറേച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. സോ ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഈസ് 374 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രഷർ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കർവ് OC ഉണ്ടല്ലോ, അതായത് നമ്മളുടെ ഫ്യൂഷൻ കർവ്. ഇനി ഈ ഫ്യൂഷൻ കർവിൽ ഫ്രീസിങ് പോയിന്റ്, നമ്മളുടെ ഫ്യൂഷൻ കർവിൽ 1 അറ്റ്മോസ്ഫിയർ വന്നല്ലോ. അപ്പോൾ ഈ 1 അറ്റ്മോസ്ഫിയറിൽ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. ഓക്കെ, പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരിക്കും. പക്ഷെ നമ്മൾ അതിലും താഴേക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു പ്രഷർ, ഇതിപ്പോൾ 1 അറ്റ്മോസ്ഫിയർ ചിന്തിച്ചു, ഇനി ഒരു ഹയർ പ്രഷർ ചിന്തിക്കുകയാണെന്ന് വെച്ചു. ഹയർ പ്രഷർ ചിന്തിക്കുകയാണ്, ഫോർ എക്സാമ്പിൾ 4.58 മില്ലിമീറ്റർ പ്രഷർ നമ്മൾ ചിന്തിക്കുന്നു. അങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് നമ്മളുടെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0.0075 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വേരിയേഷൻ അല്ലെങ്കിൽ അതൊരു സ്പെഷ്യൽ കേസായിട്ട് നമ്മൾ എടുക്കാറുണ്ട്. അതെ, നമ്മൾ ഐസിൻ്റെ ടെമ്പറേച്ചറിനേക്കാളും കുറച്ചും കൂടെ ഐസിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് 1 അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ 1 അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു നമ്മൾ പ്രഷർ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0.0075 എന്ന് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ടെമ്പറേച്ചറിൽ നമ്മളുടെ എന്താണ് ഐസ് തന്നെയാണ്, പക്ഷേ ഒരു സ്ലൈറ്റ്ലി വേരിയേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ നമ്മൾ തുടങ്ങിയത് ഓയിൽ നിന്നാണ്. പക്ഷെ നമ്മൾ തുടങ്ങിയത് ഓയിൽ നിന്നാണെങ്കിലും ഈ പോയിന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ OB എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ B ഇങ്ങോട്ടേക്ക് വന്ന കർവ് A താഴോട്ടേക്ക് വന്നു, Cയും താഴോട്ടേക്ക് വന്നു. അപ്പോൾ ഇവർ മൂന്നും കൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു പോയിൻ്റാണ് എന്തെന്ന് പറയുന്നത്? ഈ O എന്ന് പറയുന്നത്. അപ്പോൾ O എന്ന് പറയുന്ന പോയിന്റിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെ കാണും? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മളുടെ സോളിഡ് ഉണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മളുടെ വേപ്പർ ഉണ്ട്, ഇവിടുന്ന് ലിക്വിഡും ഉണ്ട്. അപ്പോൾ സോളിഡും ലിക്വിഡും വേപ്പർ ഇത് മൂന്നും കൂടെ കാണത്തില്ല ഇവിടെ. അപ്പോൾ ഇത് മൂന്നും കൂടെ കോ എക്സിസ്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഈ O എന്ന് പറയുന്ന പോയിന്റ്. അങ്ങനെ 3 ഫേസസ് അല്ലെങ്കിൽ ഏത് ഫേസ് ഡയഗ്രം എടുത്തു കഴിഞ്ഞാലും ആ ഫേസ് ഡയഗ്രത്തിലുള്ള എല്ലാ ഫേസസും കൂടെ കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ടായിരിക്കും. ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് ദ ട്രിപ്പിൾ പോയിന്റ്. സോ ദ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ O. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഈ ട്രിപ്പിൾ പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ നമ്മളുടെ പ്രഷറിനെ ഒന്ന് വേരി ചെയ്യുന്ന ഒരു കേസ് പറഞ്ഞില്ലേ. അപ്പോൾ ആ പോയിൻ്റാണ് നമ്മൾ ഈ പറഞ്ഞ ട്രിപ്പിൾ പോയിൻ്റ് എന്ന്, അതായത് 0.0075 ഡിഗ്രി സെൻറ്റിഗ്രേഡും 4.58 മില്ലിമീറ്റർ പ്രഷറും. അപ്പോൾ 4.58 മില്ലിമീറ്റർ പ്രഷറിലും 0.0075ലും വാട്ടറിൻ്റെ 3 ഫേസസും കൂടെ ഒരേ രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. That means the point at which the 3 phases of water coexist is called the triple point, and the variables or the values corresponding to the triple point are 4.58 millimeter and also 0.0075 degree Celsius. Okay, അപ്പം ഈ ഇത്രയും കാര്യങ്ങൾ. അപ്പം ഇനിയൊരു സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് അറ്റ് ദിസ് പോയിന്റ്. ഓക്കെ, ഈ പോയിന്റിൽ അതായത് അറ്റ് ദ ട്രിപ്പിൾ പോയിന്റ് ഇഫ് യു ആർ അസ്യൂമിങ് ദ ഫേസ് റൂൾ that is F is equal to C minus P plus 2. So the number of components will be one, number of phases will be 3, and the additional parameters 2. So we will get 3 minus 3, 0. That is the degree of freedom is
0. ഡിഗ്രി ഓഫ് ഫ്രീഡം 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? ദ സിസ്റ്റം ഈസ് ഇൻവേരിയൻറ്റ്. ഇൻവേരിയൻറ്റ് എന്നാണ് അതിന് ആ പോയിന്റിന് നമ്മൾ പറയുന്നത്. ഇൻവേരിയൻറ്റ് മീൻസ് നോ പാരാമീറ്റർ ഈസ് റിക്വയർഡ് ടു റെപ്രസെൻറ്റ് ദ പോയിന്റ്. അല്ലെങ്കിൽ നമുക്ക് ഏത് പാരാമീറ്റർ വെച്ച് വേണമെന്നുണ്ടെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവേരിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സിസ്റ്റം ഈസ് ഇൻവേരിയൻറ്റ് മീൻസ് നോ പാരാമീറ്റർ ഈസ് റിക്വയർഡ് ടു റെപ്രസെൻറ്റ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളുടെ ഫേസ് ഡയഗ്രത്തിൻ്റെ കർവുകൾ തീർന്നു. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏരിയാസാണ്. ഓക്കെ, ഇനി ഏരിയാസ് പറയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? നമ്മളുടെ ഫേസ് ഡയഗ്രത്തിലേക്ക് പോകണം. അപ്പം AOC എന്ന് പറയുന്ന ഏരിയ, AOC ഏരിയ എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ലിക്വിഡ് ആയിരിക്കും. അതേപോലെ ഏരിയ AOBക്ക് താഴെയുള്ള ഏരിയ ഫുൾ എന്തായിരിക്കും? വേപ്പർ ആയിരിക്കും. BOCക്ക് ലെഫ്റ്റിലേക്കുള്ള എല്ലാം എന്തായിരിക്കും? സോളിഡ് ആയിരിക്കും. ഇനി നമ്മൾ ഏരിയയിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ഫേസ് ഡയഗ്രം അല്ലെങ്കിൽ നമ്മുടെ ഫേസ് റൂൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏരിയാസിൽ അപ്ലൈ ചെയ്യുന്ന ഫേസ് റൂളിനകത്ത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫേസസ് 1 ആയിരിക്കും അല്ലേ? ഇവിടെ ഒരു ഫേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് ഫേസസ് 1 ആയിരിക്കും, നമ്പർ ഓഫ് കമ്പോണൻസും 1 ആയിരിക്കും. ഇനി നമ്മളുടെ അഡീഷണൽ പാരാമീറ്ററും കൂടെ വരും. ഓക്കെ, അതായത് F ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് കമ്പോണൻസ് 1, നമ്പർ ഓഫ് ഫേസസ് 1, പിന്നെ അഡീഷണൽ പാരാമീറ്റർ 2 മാത്രമേ കാണത്തുള്ളൂ. അതായത് F ഫിസിക്കൽ എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും. ഓക്കെ, അതായത് നമുക്ക് ഈ ഏരിയാസിൽ നമ്മളുടെ ഈ പറയുന്ന ഏരിയ പറഞ്ഞല്ലോ, ഓരോ ഏരിയാസ് പറഞ്ഞിട്ടില്ലേ? AOC, AOB, അതേപോലെ AOC, BOC. ഇതിൽ ഓരോ ഏരിയയിലും നമുക്ക് 2 പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ 2 വേരിയബിൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവിടുത്തെ സ്റ്റേറ്റ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഏരിയയിൽ. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ ഉണ്ട് നമ്മളുടെ വാട്ടറിൻ്റെ ഫേസ് ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് സ്റ്റേറ്റ് എന്ന് പറയും. ഇനി മെറ്റാസ്റ്റേബിൾ ഇക്വിലിബ്രിയം നമ്മൾ വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടാണ് നമ്മളുടെ ലിക്വിഡ് ഉള്ളത് അല്ലേ? ഈ ലിക്വിഡ് ഇവിടെ നമ്മുടെ ലിക്വിഡുണ്ട്, ഇവിടെ നമ്മളുടെ എന്താണ് ട്രിപ്പിൾ പോയിൻ്റാണുള്ളത്. ഇനി ഈ ട്രിപ്പിൾ പോയിൻറ്റിൽ നിന്ന് നമ്മളുടെ ഈ വേപ്പറൈസേഷൻ കർവിനെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് എക്സ്ട്രാപൊളേറ്റ് ചെയ്തു ലോവർ ടെമ്പറേച്ചറിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സ്ട്രാപൊളേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഒരു A' എന്ന് പറയുന്ന ഒരു പുതിയ കർവ്, OA' എന്ന് പറയുന്ന ഒരു പുതിയ കർവ് നമുക്ക് കിട്ടുവാണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ OA' അതായത് നമ്മളുടെ വാട്ടറിനെ എന്ത് ചെയ്തു? നമ്മൾ 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിലും താഴ്ത്തി നമ്മൾ എന്ത് ചെയ്തു? കൂൾ ചെയ്തു. അങ്ങനെ 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ താഴ്ത്തി കൂൾ ചെയ്യുന്ന ആ വാട്ടറിന് പറയുന്ന പേരാണ് സൂപ്പർ കൂൾഡ് വാട്ടർ. ഈ സൂപ്പർ കൂൾഡ് വാട്ടർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബൈ എക്സ്ട്രാപൊളേറ്റിംഗ് ദ വേപ്പർ പ്രഷർ കർവ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ കൂളിംഗ് ഓഫ് വാട്ടർ. ഇഫ് ദ കൂളിംഗ് ഈസ് റാപ്പിഡ് then ice is not separated. This indicates by the OA'. Along OA' the two phases coexist, liquid and vapor. And this state is called the metastable equilibrium. The state is called the metastable equilibrium. When we are adding a small piece of ice in this metastable equilibrium condition, we will get disturbance in the spectrum. We will get disturbance in the state and rapid solidification results. ഓക്കെ, അതായത് നമ്മളിവിടെ സോളിഡ് സ്റ്റേറ്റിലേക്കാണ് നമ്മളുടെ എന്ത് എക്സ്ട്രാപൊളേറ്റ് ചെയ്തെടുത്തത്? വേപ്പറൈസേഷൻ കർവ് എക്സ്ട്രാപൊളേറ്റ് ചെയ്തെടുത്തത്. അങ്ങനെ വേപ്പറൈസേഷൻ കർവ് എക്സ്ട്രാപൊളേറ്റ് ചെയ്ത് നമ്മൾ OA' എന്ന് പറയുന്നൊരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സൂപ്പർ കൂൾഡ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നാണ് പറയുന്നത്. നമ്മളുടെ വാട്ടറിനെ സൂപ്പർ കൂൾഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നു. ഇനി ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് റാപ്പിഡ് ആയിരിക്കും. അതായത് നമ്മൾ വളരെ പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത്? കൂൾ ചെയ്യുന്നത്. നമ്മൾ സ്ലോ കൂളിംഗ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? വാട്ടർ ക്രിസ്റ്റലൈസ് ചെയ്ത് ഐസായി മാറത്തുള്ളൂ. അതേസമയത്ത് റാപ്പിഡ് കൂളിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്രിസ്റ്റലൈസ്ഡ് ഐസ് വരാതെ വെള്ളം തന്നെ തണുത്ത അവസ്ഥയിൽ നിൽക്കും. അതിനാണ് നമ്മൾ സൂപ്പർ കൂൾഡ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഇക്വിലിബ്രിയത്തിനകത്തിൽ നമ്മൾ ഒരു ചെറിയ പീസ് ഐസ് എടുത്തിട്ട് കഴിഞ്ഞാൽ അതിനെ നമ്മൾ സീഡിങ് എന്നാണ് പറയുന്നത്. ഒരു ചെറിയ പീസ് ഐസ് എടുത്തിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് കയറി ക്രിസ്റ്റലൈസ് ചെയ്ത് കളയും. ഓക്കെ, അതായത് എന്താണ്? ഇവിടെ നമ്മുടെ സോളിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റും? വാട്ടറിൻ്റെ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഐസ് ആയതുകൊണ്ട് എന്ത് പറ്റും? പെട്ടെന്ന് എന്ത് വരും? ഐസ് സ്റ്റേറ്റിലേക്ക് അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ വാട്ടറിൻ്റെ ഫേസ് ഡയഗ്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ ഫേസ് ഡയഗ്രം ഭയങ്കര സിമ്പിളാണ്. ഓർഡറിൽ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആദ്യം നമ്മളുടെ ഫേസ് ഡയഗ്രാം അങ്ങ് വരയ്ക്കുക. വരച്ചതിന് ശേഷം കർവ് അടയാളപ്പെടുത്തുക. കർവ് അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മളുടെ ഇക്വിലിബ്രിയംസ് ഓരോ കർവിലുള്ള ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ടോട്ടൽ സിസ്റ്റത്തിലുള്ള ഇക്വിലിബ്രിയംസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം. റെപ്രസെൻറ്റ് ചെയ്തതിന് ശേഷം ഇനി ഓരോ കർവിലുള്ള ഇക്വിലിബ്രിയം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. കർവിൻ്റെ പേര് എഴുതുക. ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് കർവ് മാറ്റിക്കൊടുക്കാം. അതായത് നിങ്ങൾക്കിപ്പോൾ എ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ കാണാതെ പഠിച്ചുകൊണ്ട് പോകുമ്പം ഈ ഒ എ കർവും ആ പേരും കൂടെ മാറിപ്പോകരുത്. നിങ്ങൾ പഠിക്കുമ്പം ഇവിടെ എ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒ എ എന്ന് പറയുന്നത് എന്തായിരിക്കണം? സബ്ലിമേഷൻ കർവായിരിക്കണം. ഓക്കെ, അങ്ങനെ ഓരോ കർവിൻ്റെയും ഇക്വിലിബ്രിയം റെപ്രസെൻറ്റ് ചെയ്യുക. ആ കർവിൻ്റെ പേരെഴുതുക. അതിൽ ഓരോ കർവിനകത്തിൽ നമ്മളുടെ എന്ത് അപ്ലൈ ചെയ്യുക? ഫേസ് റൂളും അപ്ലൈ ചെയ്യുക. അതിനുശേഷം അതിനകത്തിൽ നമ്മളുടെ ബോയിലിംഗ് പോയിൻ്റ് എത്രയാണ്, ക്രിട്ടിക്കൽ പോയിൻ്റ് എത്രയാണ്, പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ട്രിപ്പിൾ പോയിൻ്റ്, അതായത് മൂന്നും കൂടെ കോ എക്സിസ്റ്റ് ചെയ്യുന്ന ട്രിപ്പിൾ പോയിൻ്റ് എന്താണെന്ന് പറയുക. ട്രിപ്പിൾ പോയിൻറ്റിനകത്തിൽ നമ്മളുടെ ഫേസ് റൂൾ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മളുടെ മെറ്റാസ്റ്റേബിൾ ഇക്വിലിബ്രിയം റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മളൊരു ഫേസ് ഡയഗ്രം നമ്മൾ വരയ്ക്കുമ്പം റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, കർവ് വരയ്ക്കുക, അതായത് നമ്മളുടെ ഗ്രാഫ് വരയ്ക്കുക. രണ്ടാമത്തത്, കർവ്സിനെല്ലാം പേര് കൊടുക്കുക. മൂന്നാമത്തത്, ഇക്വിലിബ്രിയം റെപ്രസെൻറ്റ് ചെയ്യുക. നാലാമത്തത്, ഫേസ് റൂൾ അപ്ലൈ ചെയ്യുക. അഞ്ചാമത്തത് എന്താണ്? അതിനകത്തുള്ള സ്പെഷ്യാലിറ്റീസ്, അതായത് ടെമ്പറേച്ചർ, പ്രഷർ, കണ്ടീഷൻസ് പറയുക. അതിനകത്തിൽ എന്തൊക്കെ വരും? ബോയിലിംഗ് പോയിൻ്റ് വരും. പിന്നെ നമ്മളുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വരും. പിന്നീട് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വന്നു. ഇനി അടുത്തൊരു ഫാക്ടർ കൂടെ ഉണ്ടായിരുന്നല്ലോ, നമ്മളുടെ ട്രിപ്പിൾ പോയിൻ്റ്. ഓക്കെ, ട്രിപ്പിൾ പോയിൻ്റ് വന്നു. അത്രയും കാര്യങ്ങൾ വരച്ചു. ഇനി ലാസ്റ്റ് മെറ്റാസ്റ്റേബിൾ ഇക്വിലിബ്രിയം പറയുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ വാട്ടറിൻ്റെ ഫേസ് ഡയഗ്രാം എന്തായി? കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. ഫേസ് ഡയഗ്രാം നല്ല വൃത്തിയായിട്ട് വരയ്ക്കുക. ഇനി അടുത്ത ഫേസ് ഡയഗ്രാം അടുത്ത ക്ലാസ്സിൽ കാണാം.